2 ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ ആസിഡ് വണ്ട് ആസിഡ് ഒഴിച്ചു. ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഇപ്പോഴും അതിങ്ങനെ ചുമന്ന് തണുത്ത് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് കിടക്കുകയാണ്. മെഡിസിൻ എടുക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ ഹീൽ ചെയ്യുള്ളൂ. ഹീൽ ചെയ്ത് പുറത്തെ തൊലിയൊക്കെ കരിഞ്ഞ് ഉണങ്ങി പോകണം. ആ ഒരു ലോങ് ആയിട്ടുള്ള ഹീലിംഗ് പ്രോസസ്സാണ്. പക്ഷെ അതിനകത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഞാനിങ്ങനെ കൈ ചേർത്ത് വെച്ച് നടക്കുമായിരുന്നു. ആദ്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ ആസിഡ് ചീറ്റിയ കാര്യം. അപ്പോൾ ആ കൈ ചേർന്ന് ദേഹത്തോട് ചേർന്ന ഭാഗത്തും ഇതേപോലെ അത് അവിടെ ആസിഡ് വീണിട്ടില്ലായിരുന്നെങ്കിലും ഈ ആസിഡ് ട്രാൻസ്ഫർ ആയിട്ട് അവിടെ ഇതേപോലെ ചുമന്ന് തടിച്ച് പഴുത്ത് വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ടോക്സിക് റിലേഷൻഷിപ്സും ശരിക്കും അതുപോലെയാണ്. ടോക്സിക് റിലേഷൻഷിപ്സിൽ ശരിക്കും സൈക്യാട്രിക് ഇന്റർവെൻഷൻ വേണ്ട. ടോക്സിക് ആയ ഒരു വ്യക്തി, തെറാപ്പിയും മെഡിസിൻസും ഒക്കെ വേണ്ട ടോക്സിക് ആയ ഒരു വ്യക്തി അവർ ആ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ മറ്റൊരു വ്യക്തിയിലേക്ക് അവരുടെ ഈ ടോക്സിസിറ്റി ട്രാൻസ്ഫർ ചെയ്യുകയാണ്. മറ്റൊരു വ്യക്തിയെ കൂടി ഇതേ വേദനയിലൂടെ കടത്തിക്കൊണ്ടു പോവുകയാണ്. അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അവർക്ക് വേദനയും മുറിവും ട്രോമയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഈ ടോക്സിക് ആയ വ്യക്തി പോവുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും. മറ്റേ വ്യക്തിയെ കൂടി ഹീൽ ചെയ്യാൻ നിന്നാൽ ഒരുപക്ഷെ നമ്മുടെ സർവൈവൽ ആയിരിക്കും ക്വസ്റ്റ്യനിലാവുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ നമ്മൾ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ അപ്പോഴത്തെ മെന്റൽ സ്റ്റെബിലിറ്റിയും നമ്മുടെ അപ്പോഴത്തെ ഒരു ഇമോഷണൽ സ്ട്രെങ്തും ഒക്കെ അനുസരിച്ച് നമ്മൾ എടുക്കേണ്ട തീരുമാനം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ടോക്സിക് ആയ വ്യക്തി ചികിത്സ തേടാത്തിടത്തോളം കാലം മറ്റുള്ളവരെയും അവർ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ ടോക്സിക് ആയ റിലേഷൻഷിപ്സ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ സ്ട്രെങ്തിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം.